എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി മത്തങ്ങ കൊണ്ട് തയ്യാറാക്കിയെടുത്ത വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് മതി. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങയുടെ അകത്ത് ആ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ തൊണ്ടയ്ക്ക് ഒന്ന് കളഞ്ഞെടുക്കണം. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, ഒരുപാട് മൂത്ത് പോയ മത്തങ്ങ എടുക്കരുത്. എരിശ്ശേരിയൊക്കെ തയ്യാറാക്കുമ്പം നമുക്ക് നല്ല മൂത്ത മത്തങ്ങ നോക്കിയിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ കുറച്ച് മധുരമൊക്കെ വേണം എരിശ്ശേരി തയ്യാറാക്കി എടുക്കുമ്പം. പക്ഷേ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുമ്പം ഒരുപാട് മൂക്കാത്ത മത്തങ്ങ നോക്കി എടുക്കുന്നതാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക. ഇനി മത്തങ്ങ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പം തീരെ അങ്ങോട്ട് ഘനം കുറഞ്ഞ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ മത്തങ്ങ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ്. കുക്കറിലൊക്കെ വെക്കുക വെച്ചാൽ ഒരു 2 വിസിൽ അത്രയും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഘനത്തിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് മൺചട്ടിക്കകത്താണ്. അപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു മത്തങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4-5 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. 2 എണ്ണം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണിലേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ്. കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ കൊടുക്കുക. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് കറി തയ്യാറാക്കണമെങ്കിൽ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. ഇപ്പോൾ കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്, വാളംപുളി. ഇപ്പോൾ സാധാരണ നമ്മൾ വാളംപുളി എടുക്കുമ്പം അതിൻ്റെ അളവ് പറയുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, അതാണ് അളവ് പറയാറുള്ളത്. ഇത് ഇത്ര എടുക്കരുത്, അതിലും വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. വേണച്ചാൽ മാത്രം, പുളി വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഇപ്പോൾ ചിലവർക്കൊക്കെ പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവും, അങ്ങനെയുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചേർക്കാതെ തയ്യാറാക്കിയെടുത്താലും കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്താൽ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, മത്തങ്ങ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, അരമുറിയിലും താഴെ നാളികേരം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നാളികേരത്തിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പച്ചമുളകോ ചെറിയുള്ളിയോ ഒന്നും ചേർക്കണ്ട കേട്ടോ. അതൊക്കെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മത്തങ്ങ വേവാൻ വെച്ചത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വേവിച്ചെടുക്കണമെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്തോളൂ. ഞാൻ അങ്ങനെയല്ല എടുക്കുന്നത്, പാകത്തിനൊരു വേവ്. അതായത് നമ്മൾ ആ തവി കൊണ്ട് ഒന്ന് ഉടച്ചു നോക്കുമ്പം അതൊന്ന് ഉടഞ്ഞു പോകുന്ന ഒരു പാകത്തിനാണ് എടുക്കുന്നത്. ചിലവർക്ക് നന്നായിട്ട് അങ്ങ് വെന്ത് കുഴഞ്ഞിരിക്കണമായിരിക്കും ഇഷ്ടം. അങ്ങനെ വെച്ചാൽ ഒന്നും കൂടി വേവിച്ചെടുത്തോളൂ കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്കിതിനകത്തേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം കുറേശ്ശെ വെള്ളം ചേർത്ത് അരക്കി വെച്ചാൽ നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യമുള്ളത്ര വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും വെള്ളം ഇഷ്ടമല്ലേ. ചിലവർക്ക് കറിയിലേക്ക് ഒരുപാട് ചാറോടുകൂടി കഴിക്കാനായിരിക്കും ഇഷ്ടം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 3 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ വേവിച്ചെടുക്കണം. പിന്നെ ഉപ്പൊക്കെ ഇപ്പം നോക്കിയിട്ട് വേണച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും, പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അത്ര ടേസ്റ്റുമാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് തുറന്നു നോക്കി. നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു കറിയാണ്.
കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് എരിവൊന്നുമില്ല ഈ കറിക്ക്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടാണല്ലോ കറി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. മുളക് പൊടി ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ്. ഇനി ഇതിനകത്തേക്ക് വറുത്തിടണമെങ്കിൽ മാത്രം വറുത്തിട്ടാൽ മതി കേട്ടോ. ഇല്ല വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ വളരെ ടേസ്റ്റിയാണ് ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാട്ടോ ചേർത്ത് കൊടുത്തത്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് വെളിച്ചെണ്ണയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വറുത്തിടുമ്പം വേണമെങ്കിൽ ഒരു 1-2 ചെറിയുള്ളി എടുത്തിട്ട് ഒന്ന് വട്ടത്തിൽ എരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒന്ന് മൂപ്പിച്ച് കൂടി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് കിട്ടും. പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതൊന്ന് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മത്തങ്ങ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.